ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മോർണിംഗ് റുട്ടീനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടു ജോലികൾ എളുപ്പമാക്കാനുള്ള ടിപ്സുകളും കുറച്ച് പാചകം ഇപ്പോൾ മോട്ടിവേഷനൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ നമ്മളിതുപോലെ പച്ചക്കറികളൊക്കെ നുറുക്കി തലേന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ച് ഓരോ ജോലികളായിട്ട് തുടങ്ങാം. അപ്പോൾ രാവിലെ തന്നെ ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പേരിക്കുള്ളതാണ്. അപ്പോൾ ഓരോ ജോലികളും എളുപ്പമാക്കാൻ അതിന് തലേന്നേ നമ്മൾ അതിന് വേണ്ട പ്രിപ്പറേഷനൊക്കെ തുടങ്ങണം. എങ്കിൽ മാത്രമാണ് നമുക്ക് രാവിലെ ജോലികൾ എളുപ്പമാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ എത്ര വിചാരിച്ചാലും എത്ര അടുക്കും ചിട്ടയോട് ചെയ്താലും നമുക്ക് ജോലികൾ പെട്ടെന്ന് കഴിയാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് അവരുടെ ഓരോ വാശികളും കുറുമ്പുകളും ഒക്കെ അതിനൊക്കെ വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കേണ്ടതായി വരും. അപ്പോൾ ഇതുപോലെ പച്ചക്കറികളൊക്കെ നുറുക്കി തലേന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 10 മിനിറ്റ് നേരത്തെ കാര്യമേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ജോലികൾ നോക്കാം. അപ്പോൾ പരിപ്പൊക്കെ വേവിച്ചിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങക്കായ, തക്കാളി ഒക്കെ ചേർത്ത് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിലടിക്കാൻ വെക്കുക. അപ്പോൾ ഞാൻ അധികം ഈ കുക്കറിലാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അധികം പാത്രങ്ങളൊക്കെ വലിച്ചിടാതെ നമ്മൾ നിന്നാൽ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവില്ല. ആവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇത് മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഇതിപ്പോൾ നമ്മൾ അടുക്കള ജോലിയും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാനുള്ള ടിപ്സുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെണ്ടയ്ക്ക നല്ല ഉലർന്ന് കിട്ടും. ഓരോന്നായിട്ട് ഇങ്ങനെ കിട്ടും. മറ്റേ ഒട്ടി പിടിച്ചും കൊണ്ടാവും. അപ്പോൾ ഇത് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നാളികേരം വെതറിയിട്ട് കഴിഞ്ഞാൽ വെണ്ടയ്ക്കയുടെ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റാണ്. ഇത് കായ്, പിന്നെ പടവലങ്ങ, ചെറുപയർ ഒക്കെ കൂടി കൂട്ടിയിട്ടുള്ള നമ്മൾ അമ്പലത്തിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ സൈഡിലൊരു കറി, അതിനുള്ളൊരു കൂട്ടാനാണ്. അപ്പോൾ അങ്ങനെ വെറുതെ അങ്ങനെ തോന്നി, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയത് മാത്രം. കുട്ടികൾക്കൊക്കെ നല്ലതാണല്ലോ ചെറുപയറൊക്കെ. അപ്പോൾ ഇതേ രീതിയിലൊക്കെ പുഴുക്ക് പോലെയൊക്കെയാണ് വെക്കുന്നത്. നാളികേരം, പച്ചമുളക്, ജീരകം എന്നിവ ചതച്ചിടുകയാണ് വേണ്ടത്. വല്ലാതെ അരഞ്ഞു പോവരുത്. അപ്പോൾ ചായ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈസി കുക്കറിലാണ്. അപ്പോൾ നൂൽപുട്ടിനുള്ള മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ ഞാൻ രാവിലെ തന്നെയാണ് ചെയ്യാറ്. ഈ പച്ചക്കറി നുറുക്കി വെക്കുക, നമ്മൾ നാളികേരം ചിരകി ഫ്രീസറിൽ വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തലേന്ന് തന്നെ ചെയ്ത് വെക്കണം. അതൊരു 3-4 ദിവസത്തേക്കുള്ള നാളികേരമൊക്കെ നമുക്ക് ചിരകി റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാൻ കോഴീനെ ഇപ്പോൾ രണ്ടാമതും വളർത്തൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ കോഴിക്ക് മക്കളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ 3 കോഴികളെ കൊണ്ടുവന്നിട്ടുണ്ട്, 2 പെടയും 1 പൂവനും. അപ്പോൾ അതിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ഇതുപോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന ചെറിയൊരു ബിസിനസ്സാണിത്, നാടൻ കോഴി വളർത്തൽ. പിന്നെ പച്ചക്കറി പുറത്തൊക്കെ നമുക്ക് ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിനും ഒക്കെ ഒരു സന്തോഷമാണ്. വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സ്ട്രെസ്സായിട്ട് ഇങ്ങനെ ഇരുന്ന് അസുഖങ്ങളൊന്നും വരുത്താതെ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അതുപോലെയൊക്കെ ഓരോ കാര്യങ്ങളും എല്ലാവരും ചെയ്യാം. വീട്ടിൽ മടി പിടിച്ചിരിക്കുന്നവരൊക്കെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ടെൻഷനൊക്കെ കുറയ്ക്കുക. വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന പല വീട്ടമ്മമാരുണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനുള്ളൊരു മാർഗ്ഗമാണത്. അപ്പോൾ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് കാര്യം കഴിഞ്ഞാലും അപ്പോഴപ്പോഴേ അടുക്കള ക്ലീൻ ചെയ്തിടുക. അപ്പോൾ ഇത് പുതിയൊരു കെറ്റിലാണ്, ഞങ്ങളിപ്പോൾ പുതിയത് വാങ്ങിയതാണ്. ഇംപെക്സിൻ്റെ പുതിയ കെറ്റിലാണ്. അപ്പോൾ പഴയതുണ്ടായിരുന്നത് കേടുവന്നു. ഇപ്പോൾ ഈ 3 ഐറ്റംസ് ഇപ്പോൾ അടുത്ത് ഒരുമിച്ച് ഞങ്ങൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതൊരു ഗ്രൈൻഡർ, പാനസോണിക്കിൻ്റെ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ എന്താണെന്നുള്ള കമൻറ്റ് ചെയ്യണം. നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഉണ്ടോ, നിങ്ങൾ ഉപയോഗിച്ചിട്ട് എന്താ അഭിപ്രായം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. ഇപ്പോൾ എനിക്ക് ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എയർ ഫ്രയറാണ്, ഫിലിപ്സിൻ്റെയാണ്. അപ്പോൾ ഈ 3 ഐറ്റംസ് ഞങ്ങൾ അടുപ്പിച്ച് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്.
ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഡൈനിങ് ഹാളും ഒക്കെ ഒന്ന് മേശയൊക്കെ ഒന്ന് തുടച്ചിടും. ഇവിടെ ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കാറൊന്നുമില്ല, എന്നാലും എല്ലാവരും ഓരോന്ന് വന്നിരിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കലൊക്കെ. എങ്കിലും നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ടാൽ ഒരു വൃത്തിയാണ്, പൊടി ഉണ്ടാവും. അപ്പോൾ ഫെനോയിലോ എന്തെങ്കിലും നല്ല സുഗന്ധമുള്ള എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് തുടച്ചിട്ടാൽ നല്ലൊരു ഫ്രഷ് ആയിരിക്കും. പിന്നെ ചന്ദനത്തിരിയോ സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ച് വെച്ചാൽ നല്ല വീടൊക്കെ നല്ല എയറൊക്കെ നല്ല മണമായിരിക്കും വീടിനകത്തൊക്കെ. അപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാൽ നമ്മൾ എന്തിനങ്ങനെ ടെൻഷൻ ആവണത്? നമ്മളെ വീടൊക്കെ നല്ല ക്ലീൻ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെച്ചിട്ട് ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ വീടൊക്കെ ക്ലീനായി. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.